ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളിതുണ്ട് ചേമ്പ് കണ്ടിട്ടുണ്ട്. ചേമ്പ് ചേമ്പ് പുഴുങ്ങിയത് ഇതുണ്ട്. പുഴുങ്ങിയിട്ട് ഇങ്ങനെ തൊണ്ടൊക്കെ പൊടിച്ചെടുക്കും. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചേമ്പാണ്. കാന്താരിമുളക്, ഉള്ളി, ചമ്മന്തി, ചേമ്പ്. കുറേ നേരത്തെ ചേമ്പ് തന്നെ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. പിന്നെ ചേമ്പ് പുഴുങ്ങി കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന ചേമ്പ് പുഴുങ്ങി തൊണ്ടൊക്കെ പൊളിച്ചിങ്ങനെ എടുക്കും. പുഴുങ്ങിയ ചേമ്പ് തിന്നാൻ ഒരു കൊതി. അപ്പം ചേമ്പ് പുഴുങ്ങി നമ്മൾ പുഴുങ്ങിയിട്ടുണ്ടെന്ന് ചേമ്പ് കഴിക്കാനുള്ള പരിപാടിയാണ് ഞാൻ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക്കോ? നിങ്ങൾക്കുള്ള കൊതി വരുന്നുണ്ടോ? കൊതി വരുമ്പോഴല്ലേ ചോറുന്നുണ്ടോ? പുഴുങ്ങിയ തൊണ്ടൊക്കെ ഇങ്ങനെ പൊളിച്ചിങ്ങനെ എടുത്ത്. നമ്മുടെ നാട്ടിലാരും ചേമ്പൊന്നും കഴിക്കില്ലല്ലോ. ഉള്ളിച്ചമ്മന്തി കൂടെ കൂട്ടിയതാണ്. ഉള്ളിച്ചമ്മന്തി പച്ചമുളക് കൂടെ ചേർത്ത് അരച്ചിട്ട് കഴിക്കാൻ പോകുന്നത് അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ദിവസമായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ചേമ്പ് പുഴുങ്ങി. ഇതല്ല ചേമ്പ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മുടെ പറമ്പിൽ വീഴുന്ന നല്ല ചേമ്പ്. ടേസ്റ്റാ. ചെറുപ്പത്തിലൊക്കെ ഇതൊക്കെ തിന്നാൻ ഞാൻ വളർന്നത്. എൻ്റെ വീട്ടിൽ ഇതൊക്കെ നമ്മൾ പണ്ട് കഴിച്ചുള്ളത്. പാവപ്പെട്ടുള്ള വീട്ടിലെ മനുഷ്യനെ ഞാൻ കേട്ടോ. നല്ല ചേമ്പും പച്ചമുളകും ഉള്ളിയും കൂടെ ചതച്ച ചമ്മന്തി. പുഴുങ്ങിയെടുത്തോ. മുളക് പൊടി, മല്ലിപ്പൊടി അല്ലെങ്കിൽ ഒന്നും ഇട്ടിട്ടില്ല. കടയിൽ നിന്ന് മേടിച്ച ഒരു സംഭവങ്ങളില്ല. ഉള്ളി മാത്രം. പിന്നെ ഉള്ളി നമ്മുടെ മല്ലിപ്പൊടി മുളക് ഒന്നും പുഴുങ്ങില്ല. പക്ഷേ പുഴുങ്ങിയെടുത്തത് നല്ല ടേസ്റ്റാണ്. ചമ്മന്തിയോടെ കൂട്ടുമ്പോൾ തിന്നാൻ അടിപൊളി. പണ്ടൊക്കെ എൻ്റെ വീട്ടിലെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ചേന, ചേമ്പ്, കാച്ചിൽ. ഞാൻ കാച്ചിൽ പുഴുങ്ങുന്നത് കാച്ചിലിൻ്റെ വീട് കേട്ടോ. കാച്ചിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ് സാധനങ്ങളാണ്. ഇപ്പം ചൈനയിൽ നിന്ന് ഇറക്കുമതിയുള്ള സാധനങ്ങൾ എല്ലാവരും കഴിക്കണം. കേരളത്തിൽ ചേന, ചേമ്പ്, കാച്ചിലൊന്നും കഴിക്കില്ല. നല്ല സാധനങ്ങളൊന്നും ആരും കഴിച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടും, രോഗപ്രതിരോധ ശേഷി കൂടും. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുക. എന്താ ടേസ്റ്റും നല്ല അടിപൊളി. പുതിയ തലമുറയ്ക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. കാരണം എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ കൃഷിയുണ്ട്. മഞ്ഞൾ, ചേന, ചേമ്പ്, കാച്ചില്, മധുരക്കിഴങ്ങ്, അതൊക്കെ പുഴുങ്ങി തിന്നും. നല്ല മധുരമല്ലേ മധുരക്കിഴങ്ങ്. ഒന്നും ആരും കൃഷി ചെയ്യത്തില്ല. ഓക്കെ, ഇനി അടുത്ത ഞാൻ ഓരോ വീഡിയോ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരാം. കൊതിപ്പിക്കാൻ നിങ്ങളല്ല. ചക്ക പുഴുങ്ങിയത്, കപ്പ പുഴുങ്ങിയത്, ഉണക്കക്കപ്പയും മീനും, അങ്ങനെ. അപ്പോൾ ഓക്കെ, എങ്ങനെയുണ്ട്? നിങ്ങളും വീട്ടിൽ ചേമ്പൊക്കെ മേടിച്ച് പുഴുങ്ങി തിന്നുക. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ കേരളത്തിലുള്ള സാധനങ്ങൾ തിന്ന് നമ്മൾ കേരളക്കാരായി ജീവിക്കുക. ചൈനയിലെ ഫുഡൊക്കെ മേടിച്ച് ചൈനക്കാരാണ്. നമ്മൾ പിന്നെ ചൈനക്കാരാവും. ചൈനക്കാരുടെ ഫുഡിലുള്ള നല്ല ചേമ്പ്. ഓഹോ, അടിപൊളി. അപ്പം എങ്ങനെയാ? അപ്പം അടുത്ത ഞാൻ കാച്ചലിൻ്റെ വീഡിയോയും മധുരക്കിഴങ്ങിൻ്റെ വീഡിയോ ഒക്കെ വരാം. അതുപോലെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ഇതല്ല കാച്ചിൽ, ചേമ്പ് പുഴുങ്ങിയത്, ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി, പച്ചവളം ചേർന്ന് അടിപൊളി. ഓക്കെ, ബൈ ബൈ. അപ്പോൾ അടുത്ത വീട്ടിൽ പിന്നെ കാണാം. കാച്ചിൽ പുഴുങ്ങി അല്ലെങ്കിൽ മരച്ചീനി, അങ്ങനെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതൊക്കെ ആയിട്ട് കാണാം. ചേന പുഴുങ്ങിയായിട്ട് കാണാം. ബൈ ബൈ. ചേമ്പ് പുഴുങ്ങിയതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ചേമ്പ് പുഴുങ്ങിയത് കഴിക്കുകയാണ്. ഓക്കെ, ചേമ്പ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, തുള്ളി പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, മധുരക്കിഴങ്ങ് ഒരു പീസ് ഇരിപ്പുണ്ട്, പിന്നെ നമ്മുടെ ചമ്മന്തി
ഉള്ളിച്ചമ്മന്തി അരച്ചതാണ്, പച്ചമുളകും ചേർത്ത് അടിപൊളി. എന്താണ്? ഓക്കെ.